എല്ലാവരും വിചാരിച്ചത് നോട്ടുകെട്ടുകൾ ഇങ്ങനെ വാരിയെറിയുന്ന അദാനി എന്തു പറഞ്ഞാലും അതേപടി അനുസരിക്കലായിരിക്കും ഭരിക്കുന്നവൻ്റെ ജോലി എന്നുള്ളതായിരുന്നു. അങ്ങനെ സംശയിക്കുന്നവരെ കുറ്റം പറയാനുമാവില്ല. കാരണം കുറേ വർഷമായി പിണറായി വിജയനെ നമ്മൾ കണ്ടതും നരേന്ദ്രമോദിയെ പതിറ്റാണ്ടിലേറെയായി ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതും അങ്ങനെ തന്നെയാണ്. ഇവർക്ക് മുകളിലായിരുന്നു അദാനി എപ്പോഴും. എന്നാൽ ഇതാളു മാറി. വി.ഡി. സതീശനാണ് മുഖ്യമന്ത്രി. കേരളത്തിലേക്ക് ഒരു ലോകോത്തര കമ്പനി 13,000 കോടി രൂപയുടെ നിക്ഷേപം നടത്തുന്നുവെന്നും അത് അദാനിയുടെ പാർട്ട്ണറായിട്ടെന്നും പറഞ്ഞ് ഇന്നലെ രാവിലെ മുതലേ കരച്ചൽ തുടങ്ങിയതായിരുന്നു ഇവിടുത്തെ പ്രതിപക്ഷം. എന്നാൽ അങ്ങനെ കേരളത്തിൻ്റെ വിഴിഞ്ഞം പദ്ധതിയിൽ പാർട്ട്ണറാകാൻ ആർക്കും കഴിയില്ല എന്നും അതിന് കേരള സർക്കാരിൻ്റെ അനുമതി വേണമെന്നും സതീശൻ നിയമസഭയെ അറിയിച്ചു. എന്നിട്ടും റിപ്പോർട്ടർ ടിവിയെ പോലെയുള്ള കുഴലൂത്തുകാർ രാത്രിയിലും കരച്ചിൽ നിർത്തിയിട്ടില്ല. എന്നാൽ ഇപ്പോഴിതാ വാർത്ത വന്നിരിക്കുന്നു. സോറി സാർ, തെറ്റ് പറ്റിപ്പോയി എന്നും പറഞ്ഞ് അദാനി ഗ്രൂപ്പ് സർക്കാരിന് അപേക്ഷ നൽകിയിരിക്കുകയാണ്. അതായത് 27,000 കോടി രൂപയുടെ പദ്ധതി അദാനി ഗ്രൂപ്പ് ഏറ്റെടുത്തതിൽ കരാറായ സ്ഥിതിക്ക് അവർ ആരെ വേണമെങ്കിലും അവർക്ക് പാർട്ട്ണറാക്കാം. എന്നാൽ കരാർ പ്രകാരം തങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാൻ കഴിയില്ല എന്നും കേരള സർക്കാരിൻ്റെ അനുമതി വേണമെന്നും സതീശൻ വളരെ വ്യക്തമായി എഴുതി വച്ചിരുന്നു. പിണറായി വിജയനെയും നരേന്ദ്രമോദിയോടൊക്കെ ഡീൽ ചെയ്യുന്നത് പോലെ സതീശനെ അങ്ങ് പർച്ചേസ് ചെയ്ത് കളയാമെന്നാണ് അദാനി വിചാരിച്ചത് എങ്കിൽ അത് തെറ്റി. കൈകൂപ്പി വരേണ്ടി വന്നു ഇപ്പോൾ അദാനി ഗ്രൂപ്പിന് കേരള സർക്കാരിൻ്റെ മുന്നിലേക്ക്. വിഴിഞ്ഞത്തെ വിദേശ നിക്ഷേപത്തിന് സർക്കാർ അനുമതി തേടി അദാനി ഗ്രൂപ്പ് കത്ത് നൽകിയിരിക്കുന്നു. ഓഹരി വിൽപ്പനയ്ക്ക് സർക്കാരിൻ്റെ അനുമതി വേണമെന്നും ഇതുവരെ അദാനി പോർട്സ് സർക്കാരിനെ സമീപിച്ചിട്ടില്ല എന്നും മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നിയമസഭയിൽ പറഞ്ഞതിന് തൊട്ടു പിന്നാലെ തന്നെയാണ് അദാനി ഗ്രൂപ്പ് കത്തുമായി വന്നിരിക്കുന്നത്. അദാനി പോർട്സിന് നൽകിയ വിഴിഞ്ഞം തുറമുഖ പദ്ധതിയിൽ 13,000 കോടി രൂപയുടെ നിക്ഷേപം നടത്താൻ തയ്യാറായി വന്നത് ആഗോള ഷിപ്പിംഗ് കമ്പനിയായ MSC ആയിരുന്നു. തുറമുഖത്തിൻ്റെ നടത്തിപ്പ് ചുമതലയുള്ള അദാനി പോർട്സിന് തങ്ങളുടെ 49% ഓഹരി വിൽക്കാം. അങ്ങനെ ആ ഓഹരി വാങ്ങിക്കൊണ്ടാണ് MSC നിക്ഷേപം നടത്താൻ ഒരുങ്ങിയത്. MSCയുടെ നിക്ഷേപം വന്നതോടെ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ 2ാം ഘട്ട വികസനം വളരെ വേഗത്തിലാകുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിദേശ നിക്ഷേപമാണ് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ ടെർമിനൽ വിഭാഗമായ ടെർമിനൽ ഇൻവെസ്റ്റ്മെൻറ്റ് ലിമിറ്റഡും അദാനി പോർട്സും തമ്മിലുള്ള കൈകോർക്കലിലൂടെ സംഭവിച്ചിരിക്കുന്നത്. രാജ്യത്തെ തുറമുഖ അടിസ്ഥാന സൗകര്യ വികസന മേഖലയിലെയും ഏറ്റവും ഉയർന്ന നിക്ഷേപമാണിത്. അങ്ങനെ കേരളം ലോക ഭൂപടത്തിൽ 1ാം സ്ഥാനത്തേക്ക് കുതിക്കാൻ ഒരുപക്ഷെ ഈ MSC കമ്പനിയുടെ നിക്ഷേപവും അത്യാവശ്യമാണ്. മാത്രമല്ല BOT കരാർ പ്രകാരം 40 വർഷത്തേക്ക് വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ നടത്തിപ്പുകാരായ അദാനി പോർട്സിന് 49% ഓഹരി വിൽക്കാൻ അനുവാദമുണ്ട്. ഈ വ്യവസ്ഥ പാലിച്ചുകൊണ്ടാണ് 13,000 കോടി രൂപയുടെ നിക്ഷേപം സ്വീകരിക്കാൻ അവർ തീരുമാനിച്ചത്. അതേറെ സഹായം നൽകും. എങ്കിലും ആര് നിക്ഷേപവുമായി വരുന്നുണ്ടെങ്കിലും പ്രശ്നമല്ല. പക്ഷേ ഇത് അദാനിയുടെ വീട്ടുവകയല്ല, കേരളത്തിൻ്റെ സ്വത്താണ്. അതുകൊണ്ട് സർക്കാരിൻ്റെ അനുമതി വാങ്ങിയിരിക്കണം. ഇത് സതീശൻ സർക്കാരിന് നിർബന്ധമാണ്. അതിലൊരു വിട്ടുവീഴ്ചയ്ക്കുമില്ല എന്ന് ഒന്നുകൂടിയുള്ള ഓർമ്മപ്പെടുത്തലാണ്. ഓഹരി വിൽക്കാൻ സർക്കാരിൻ്റെ അനുമതി വേണമെന്നും ഇതുവരെ അദാനി പോർട്സ് സർക്കാരിനെ സമീപിച്ചിട്ടില്ല എന്നും മുഖ്യമന്ത്രി ഇന്നലെ നിയമസഭയിൽ പറഞ്ഞത്. ഇതിന് പിന്നാലെയാണ് വാലിന് തീ പിടിച്ച പോലെ അദാനി ഗ്രൂപ്പ് ഒന്നടങ്കം ഓടിയെത്തിയത്. അപ്പോൾ ഇന്നലെ മുഴുവൻ കരഞ്ഞ് തളർന്നവർക്ക് ഒരു കാര്യം ഇപ്പോൾ മനസ്സിലായി കാണും. പിണറായിയും മോദിയുമല്ല കേരളം ഭരിക്കുന്നത് എന്നുള്ള സത്യം.